വിജയൻ, ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ഈ മണ്ഡലങ്ങളിലെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ തന്നെ ആരുടെ വോട്ട് എത്ര പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. സാധാരണ UDFിൻ്റെ, കോൺഗ്രസിൻ്റെ വോട്ട് പോയി BJPക്ക് വോട്ട് കൂടി എന്ന സ്ഥിരം ക്യാപ്സ്യൂൾ ഓടാത്ത, അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ കണക്ക് പരിശോധിച്ചാൽ രാവണീശ്വരത്ത്, ചീമേനിയിൽ, ഇടതുപക്ഷത്തിന് ഏറ്റവും അഭിമാനകരമായ പോരാട്ടം നടന്ന കയ്യൂരിൽ, അവിടെയെല്ലാം വോട്ട് കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കരിവെള്ളൂരിലും മൊറാഴയിലും കുറുമാത്തൂരിലുമൊക്കെ ഇപ്പോൾ CPMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന കരിവെള്ളൂർ സമരം നടന്ന കുണിയൻ പ്രദേശത്ത് അവിടെ 172 വോട്ട് BJPക്ക് ലഭിച്ചു എന്നതാണ് ഇലക്ട്രേറ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വോട്ട് ചോർച്ച വല്ലാതെ പാർട്ടി കേന്ദ്രങ്ങളിലുണ്ടായി. അത് പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അദ്ദേഹം അവലംബിച്ച കണക്കുകളെല്ലാം തന്നെ 2019 രതീഷ്. 2019 എന്ന് പറഞ്ഞാൽ CPMന്, ഇടതുപക്ഷത്തിന് അതിശക്തമായ തിരിച്ചടി നേരിട്ടൊരു കൊല്ലമാണ്. ആ തിരിച്ചടി നേരിട്ട കൊല്ലത്തിന് ശേഷം, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം 2021 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭയിലേക്ക്. അതിൽ LDFന് വലിയ മുന്നേറ്റമുണ്ടായി. ആ മുന്നേറ്റമുണ്ടായതിൻ്റെ കണക്കുകൾ എവിടെയും അദ്ദേഹം കമ്പയർ ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2,12,000 വോട്ടുകളുടെ കുറവ് ചെറുതല്ല. ആലോചിച്ച് നോക്കണം, 2,12,000 വോട്ടുകളുടെ കുറവ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ 1,50,000-ഓളം വോട്ടുകൾ UDFനാണ് കൂടിയിരിക്കുന്നത്, 50,000-ഓളം വോട്ടുകൾ BJPക്കാണ് കൂടിയിരിക്കുന്നത്. ഈ രീതിയിൽ അതീവ ഗുരുതരമായ രീതിയിലുള്ള കണക്കുകളാണ് നമ്മളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് 2019 കണക്ക് ഉദാഹരിക്കുന്നതിന് പകരം നമുക്ക് 2021 ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ്, പാർട്ടി ആയാലും മുന്നണി ആയാലും അതൊരു വളർച്ചയിലേക്കാണല്ലോ നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടത്. ആ വളർച്ചയുടെ കാലത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2.5 വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് 2,12,000 വോട്ടുകളുടെ കുറവുണ്ട്. അത് വോട്ടുകളുടെ കണക്കാണ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ രതീഷ്, എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നാണ്. അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും CPMൻ്റെ ഒരു പ്രവർത്തകൻ BJPക്ക് വോട്ട് ചെയ്യില്ല. അത് അത്തരത്തിലൊരു മാനസികമായി പരുവപ്പെടണമെങ്കിൽ അയാൾ അത്രയും ഭീകരമായ ക്രൈസിസ്, പാർട്ടി ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതായത് ഒരു പക്ഷേ CPMലെ ഏതെങ്കിലും നേതാവിനോട് പ്രതികാരം തോന്നി അദ്ദേഹം ചിലപ്പോൾ നോട്ടൊക്കെ വോട്ട് ചെയ്യാം, സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, അറ്റ കൈക്ക് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. പക്ഷേ അയാൾ ഒരിക്കൽ പോലും BJPക്ക് വോട്ട് ചെയ്യില്ല, RSSന് വോട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ BJPക്ക് വോട്ട് ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് CPM കേന്ദ്രത്തിലുള്ള പ്രവർത്തകരെത്തി, അണികളെത്തി എന്ന് വേണം നമ്മൾ കരുതാൻ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി, CPM നേരിടാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടായാലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായാലോ അവർ BJPയെ ആശ്രയിക്കാൻ തുടങ്ങുന്നു, CPMനെ വിട്ട് BJPയെ ആശ്രയിക്കാൻ തുടങ്ങുന്നു എന്നതാണ്. ആ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി പരിശോധന നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഫെലിക്സ്, ഈ മൊറാഴ സമരം വലിയ ഊർജ്ജത്തോടു കൂടി എപ്പോഴും പറയുന്നത്, ഉൾപ്പെടുന്ന ആന്തൂർ മേഖലയിൽ CPMന് വോട്ട് കൂടി എന്ന് മാത്രമല്ല 1000-ലധികം വോട്ടിൻ്റെ വളർച്ച അവിടെ BJPക്ക് ഉണ്ടായി. പ്രതിപക്ഷം പോലും നേരെ ചൊവ്വേ ഇല്ലാത്ത സ്ഥലത്താണ് അവിടുത്തെ ആ BJPയുടെ വളർച്ച. അതെങ്ങനെയാണ് ഈ പാർട്ടി കേന്ദ്രത്തിൽ ഇങ്ങനെ വോട്ട് ചോർന്നു പോകുന്നത്? അതേക്കുറിച്ച് എന്തെങ്കിലും, ഈ വോട്ട് എങ്ങനെ പോയി എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പരിശോധിക്കും എന്നതിനപ്പുറത്ത് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു? BJPക്കും UDFനും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലായിരുന്നു. അങ്ങനെ UDFനും BJPക്കും ബൂത്ത് ഏജന്റുമാർ ഇല്ലാത്ത ഇടങ്ങളിൽ പോലും വലിയ രീതിയിൽ വോട്ടുകൾ BJPക്കും UDFനും ലഭിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആഴത്തിലൊരു പരിശോധന നടത്തുമെന്നതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. നേരത്തെ 2019 ശേഷം വീടുകൾ കയറി ഇറങ്ങി CPM നേതാക്കൾ വീട്ടുകാരുമായി സംസാരിച്ച് അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആഴത്തിലൊരു പരിശോധന നടത്തും. പക്ഷേ ഇപ്പോഴെന്താണ് പ്രാഥമികമായി എന്താണ് കാരണം ഈ തോൽവിയുടേത് എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, CPMൻ്റെ നയങ്ങളിലുള്ളൊരു വ്യത്യാസം അത് അണികളിൽ വലിയ രീതിയിൽ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. അതുകൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അത് വെറുതെ ഒരു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം CPM പല വിഷയങ്ങളിലും സ്വീകരിക്കുന്ന നയപരമായ സമീപനത്തോട് അണികളിൽ വലിയ രീതിയിൽ അമർഷമുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടിയായി പ്രതിഫലിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും കല്യാശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ഇത്തവണ
LDF ശരി, പാർട്ടി കേന്ദ്രങ്ങളിൽ അതായത് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തവർ മറ്റൊരു ചിഹ്നം കണ്ടപ്പോൾ, താമര കണ്ടപ്പോഴടക്കം വോട്ട് ചെയ്ത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ പോവുകയാണ് CPM. ഇന്ന് പാർട്ടി മുഖപത്രമായ ദേശാമനയിൽ MV ഗോവിന്ദന്റെ ലേഖനത്തിൽ അതേക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. തിരുത്താനുള്ളത് പാർട്ടി തിരുത്തും, അക്കാര്യമൊക്കെ പരിശോധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ആ ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നത്.